ഹരേ കൃഷ്ണ. ഗുരുവായൂരിൽ ഒരു ദമ്പതികൾക്കുണ്ടായ ഒരു അനുഭവമാണിത്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പല വിധത്തിലാണ് പലർക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാടിന് വാതരോഗം ഇല്ലാതാക്കി ചെമ്പൈ ശ്രീ വൈദ്യനാഥ ഭാഗവതർക്ക് ഒരു ദിവസം ശബ്ദം നിലച്ചപ്പോൾ ഭഗവാൻ ശബ്ദം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ചൊരിയും. അങ്ങനെ ഒരു ദമ്പതികൾക്ക് ക്ഷേത്രത്തിൽ വന്ന് ക്യാൻസർ രോഗം മാറ്റിയ ഒരു അനുഭവം അറിയാമോ? ഗുരുവായൂരിലെ ഒരു തിരുമേനിയുടെ അനുഭവത്തിൽ പറഞ്ഞതാണ്. ഗുരുവായൂരിൽ ഒരു ദമ്പതികൾ അധികവും വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വരുമ്പോഴൊക്കെ അവർ വലിയ സന്തോഷത്തിലാണ് വരിക. പക്ഷേ ഒരു ദിവസം വന്നത് വളരെ ദുഃഖത്തോടെ സൈലൻ്റായിട്ട്, മുഖത്തൊട്ടു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇവരുടെ വിഷമം കണ്ട തിരുമേനി അവരോട് കാര്യം തിരക്കി. എപ്പോഴും സന്തോഷത്തിൽ വരുന്നതല്ലേ, എന്താണ് ഇത്ര ദുഃഖമെന്ന്. അപ്പോൾ അവർ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഭർത്താവിന് അർബുദ രോഗം വന്നു, കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു, അറിയാൻ വൈകിപ്പോയി. അപ്പോൾ തിരുമേനി പറഞ്ഞു, വാതാലേശനായ ഭഗവാൻ കൈവേടിയില്ല, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ആളാണല്ലോ. വാതാത്മകം എന്ന ആ 4 വരി ശ്ലോകം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അത് ചൊല്ലിയാൽ പെട്ടെന്നാണല്ലോ രോഗശമനം, എല്ലാ രോഗങ്ങൾ മാറ്റിത്തരും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ ചൊല്ലാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഈ രോഗകാഠിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. ഒരു ദിവസം ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ തിരുമേനിയോട് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അമ്പലത്തിൽ തിരിച്ചു വന്നു. എന്നിട്ട് ഗുരുവായൂർ നടയിലിരുന്ന് കരയുന്നു 2 പേരും. അപ്പോൾ തിരുമേനി വിചാരിച്ചു, രോഗം കുറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കുമോ എന്ന്. പക്ഷേ അവരുടെ കരച്ചിൽ സങ്കടം കൊണ്ടായിരുന്നില്ല, സന്തോഷക്കരച്ചിലായിരുന്നു. ടെസ്റ്റ് റിസൾട്ടിൽ അസുഖങ്ങളൊന്നും തന്നെ കാണുന്നില്ല, എല്ലാം ഭേദമായിരിക്കുന്നു. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി എന്നാണ് ആ ദമ്പതിമാർ പറഞ്ഞത്. അന്ന് ഭാര്യ തൻ്റെ താലി കയ്യിൽ പിടിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു മനസ്സുരുകിയിട്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ, ഭഗവാനെ ഈ താലി എന്നും എൻ്റെ കഴുത്തിലുണ്ടാവണേ എന്ന്, ഭഗവാൻ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ തിരുനടയിൽ നിന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാന് കാണാതിരിക്കാൻ കഴിയുമോ? ഇതുപോലെ എത്ര പേർക്ക് ഭഗവാൻ അസുഖങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ടാകും. ധന്വന്തര മൂർത്തിയല്ലേ ഭഗവാൻ.